കുരുന്ന ജീവന് വേണ്ടി നാടൊരുമിച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് സമാഹരിച്ചത് 27 ലക്ഷം രൂപയാണ്. മലപ്പുറം മഞ്ചേരി പന്തല്ലൂരുകാരാണ്. പന്തല്ലൂർ മുടിക്കോട് സ്വദേശിയായിട്ടുള്ള ഓലിക്കൽ സക്കീബിന്റെ 3.5 വയസ്സുകാരൻ ഐസിനു വേണ്ടി ലോകത്തിന് മാതൃകയാകും വിധം ഒരുമിച്ചതും പണം സമാഹരിച്ചതും. എല്ലിലും മജ്ജയിലും ക്യാൻസർ ആണ് എന്ന് സ്ഥിരീകരിച്ച ഐസിൻ കോഴിക്കോട് മുക്കം MVR ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാണാം മലപ്പുറം പന്തല്ലൂരിൽ നിന്നും CV അനുമോദിന്റെ റിപ്പോർട്ട്. 3.5 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു നാട് ഒരുമിച്ചപ്പോൾ ഒരു ദിവസം കൊണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞത് 27 ലക്ഷം രൂപയാണ്. സംഭവം നടന്നത് മലപ്പുറം പന്തല്ലൂർ മുടിക്കോടാണ്. ഐസിൻ എന്ന 3.5 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയാണ് നാടൊരുമിച്ചത്. മലപ്പുറം കേരളത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാകുന്നത് ഇത്തരം ചില പ്രവൃത്തികളിലൂടെയാണ്. നമ്മോടൊപ്പം ചേരുന്നത് ആ ക്രൗഡ് ഫണ്ടിങ്ങിന് നേതൃത്വം നൽകിയവരാണ്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ പന്തല്ലൂർ വില്ലേജിൽ ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ മൊത്തത്തിൽ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറുള്ള ഒരു കൂട്ടായ്മ നാട്ടിൽ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിന് മുമ്പ് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ 2 കിഡ്നി രോഗികൾക്ക് വേണ്ടി 30 ലക്ഷത്തോളം രൂപ, അതല്ലെങ്കിൽ 30 ലക്ഷത്തിൽ പരം രൂപ ഞങ്ങൾ കളക്ട് ചെയ്ത് 2 കിഡ്നി രോഗികളുടെ സർജറി നടത്തി അവരുടെ തുടർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുൻ വർഷങ്ങളിലും ഇതേപോലെ 15, 20, 25 ലക്ഷം രൂപ പിരിച്ചെടുത്ത് ഇതുപോലുള്ള സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങൾ അന്ന് ചെയ്ത രീതി എന്തായിരുന്നു വെച്ചാൽ, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഞങ്ങളെ പരിചയമില്ലാത്ത ഒരുപാട് ആളുകളുടെ മുൻപിൽ വിവിധ പട്ടണങ്ങളിൽ വിവിധ ക്ലബിൻ്റെ കീഴിൽ അതത് പ്രദേശത്തെ പൊതുപ്രവർത്തകർ കൂടിയിട്ട് ബക്കറ്റ് പിടിച്ച് കളക്ഷൻ നടത്തിയിരുന്നു പതിവ്. അങ്ങനെ 25-30 ലക്ഷം രൂപ ഞങ്ങൾ ഓരോ കേസുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. അത്തരം രോഗികൾക്കൊക്കെ പരിചരണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ കൊച്ചുമോൻ്റെ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഒരുമിച്ച് കൂടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ മറ്റുള്ള കേസുകൾക്കൊക്കെ നമ്മൾ പുറത്ത് നാട്ടിൽ നിന്ന് പോയിട്ടാണ് പിരിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഇത് നമ്മുടെ പന്തല്ലൂർ വില്ലേജിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ദിവസം തീരുമാനിച്ച് ആ ദിവസം ഞങ്ങളുടെ വില്ലേജിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആ തൊട്ട വില്ലേജിന് 2 അറ്റത്തും തൊട്ടടുത്ത പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഒരു ദിവസം ഇറങ്ങാൻ തീരുമാനിക്കുകയും അങ്ങനെ ഞങ്ങൾ ഓരോ പ്രദേശത്തും സ്ക്വാഡുകളായി രൂപീകരിച്ച് 4-5 സ്ക്വാഡുകളായി രൂപീകരിച്ച് എല്ലാ വീടുകളും കയറുകയാണ് ചെയ്തത്. നമ്മൾ ഈ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഞാൻ അതിൽപ്പെട്ട ഒരാളാണല്ലോ. നമുക്കുണ്ടായ ഒരു അനുഭവം എന്താ വെച്ചാൽ, ഓരോ ഉമ്മമാരും നമ്മളെ കാത്തിരിക്കുകയാണ് ഈ മോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പൈസ തരാൻ വേണ്ടി. ഇപ്പം നിങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കാശ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളെ ഉപ്പ തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇത് ഞങ്ങളെ വക ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ വീണ്ടും തരികയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു ദിവസം കൊണ്ട് 20 ലക്ഷം രൂപ മറ്റൊരു ദിവസം ഞങ്ങൾ പിരിച്ചെടുത്തു. അതിന് തൊട്ട് മുമ്പ് ഈ നമ്മൾ ഗൂഗിൾ പേ അക്കൗണ്ട് വഴി കുറച്ച് പൈസ ഞങ്ങളുടെ നാട്ടിൽ നിന്നും അല്ലാതെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. നമ്മളൊരു 15-20 ലക്ഷം രൂപയാണ് നമ്മൾ ടാർഗറ്റ്. അതിപ്പം 26-27 ലക്ഷം രൂപയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഞങ്ങളെ പറഞ്ഞ അതേ കറക്റ്റ് ദിവസം നമ്മളെ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി അതിലേക്ക് കാശ് വരണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് നമ്മൾ ഏതൊരു നാട്ടുകാർക്കും ഏതൊരു പ്രദേശത്തുകാർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണിത്. പൈസ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരു രോഗിയും ചികിത്സ കിട്ടാതെ പോകരുത് എന്നുള്ള ഒരു തീരുമാനം ഓരോ നാട്ടുകാരും എടുത്താൽ ഇതൊക്കെ നിഷ്പ്രയാസം നമുക്ക് നടത്താൻ കഴിയും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ തുടക്കത്തിൽ ഇറങ്ങുമ്പോൾ ആശങ്ക ഉണ്ടായിരുന്നു ഇതിന് മുമ്പുള്ള കേസുകളൊക്കെ. ഇപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു വിഷയം ഇല്ലാതെ പോയി. ആത്മവിശ്വാസമായി ഞങ്ങൾക്ക്. കഴിഞ്ഞ വെള്ളിയാഴ്ച എല്ലാവരും ഒരേ ടൈമിൽ നമ്മൾ 7 എല്ലാ സ്ഥലത്തും സമയം വെച്ചിരുന്നത്. ആ 7 ടൈമിൽ ടൈമിൽ എല്ലാ പ്രദേശത്തുള്ള ആൾക്കാരും ഒരേ ടൈമിൽ ഇറങ്ങി. ഏകദേശം ഈ സംഖ്യ നമുക്ക് ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കളക്ട് ആയിട്ടുണ്ട്. അത് അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെ വില്ലേജിൽ പ്രചരിപ്പിച്ചിരുന്നു. ഈ സംഭവം ഇങ്ങനെ വരുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ വരും, പിന്നെ ആൾ വരും എന്നൊക്കെയുള്ള രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ക്യാഷ് ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 7-8 മണിക്ക് ഇറങ്ങിയിട്ട് 10-11 മണിയായപ്പോഴേക്ക് ഏകദേശം എല്ലാ സ്ഥലത്തും ഏകദേശം 300-400 വീടോളം ഉണ്ടാവും എന്തായാലും ഒരു ഏരിയയിൽ. അപ്പോൾ ഒരു 650-700 വീട്, 700 എല്ലാ ഏരിയയിലും 3000 വീട് തന്നെ ഉണ്ടാവും എന്തായാലും. പലരും മോതിരൊക്കെ എടുത്ത് തന്നു. മോതിരൊക്കെ എടുത്തുന്നുണ്ട്. എല്ലാവരും വളരെ ആവശ്യത്തോടു കൂടിയാണ് പെരുമാറിയത്. പിന്നെ നമ്മളിപ്പോൾ ഞാനടക്കം ഇറങ്ങിയ ഫസ്റ്റ് സ്കോഡിൽ നമ്മൾ ഇറങ്ങിയ ഒരു വീട്ടിൽ നിന്ന് ഒന്നും ചിന്തിക്കാതെ ആൾ 10,000 തന്നു. നമ്മൾ ഈ പിന്നെ മോനിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടുകാർ. അപ്പൊ ആ രീതിയിൽ വളരെ നല്ല രീതിയിലാണ് എല്ലാവരും റെസ്പോൺസ്. കുട്ടിയുടെ ചികിത്സ എന്നുള്ള കണക്കിൽ അല്ല, അതെ, തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ എല്ലാവരും പെരുമാറിയിട്ടുണ്ട്.
എങ്ങനെയായിരുന്നു ഈ അനുഭവം തിരുവിലിറങ്ങിയതിൻ്റെ? ഇത് ഒരു കളക്ഷൻ എന്നതിനപ്പുറത്തേക്ക് നമ്മൾ കരുതിയ ടാർഗറ്റിന് മറികടന്ന് ആളുകൾ സഹായിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു മാതൃക കൂടിയാണത്, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അത് നമ്മൾ വിസ്മയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരേ ദിവസത്തേക്ക് മാത്രം ക്യാമ്പയിൻ ചെയ്ത് ഈ പന്തലൂർ വില്ലേജിലെ തോട്ടിൻ്റക്കര എന്ന് പറയുന്ന സ്ഥലം തൊട്ട് ചേപ്പൂർ വരെയുള്ള ഇടങ്ങളിൽ ഈ നാട്ടിലെ സാമൂഹിക സാമുദായിക സാംസ്കാരിക രംഗത്തെ ക്ലബ്ബുകളെ പൊതുപ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് സമിതി ഉണ്ടാക്കി. അതിനെ തുടർന്ന് കൃത്യമായ ക്യാമ്പയിനായിരുന്നു. എല്ലായിടത്തും പ്രാദേശിക യോഗങ്ങൾ ചേർന്നു. 14-ാം തീയതിയിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തി. അന്നേ ദിവസം ഒരു 3 മണിക്കൂറിനകത്ത് എല്ലാം കൂടി ഇത് സമാഹരിക്കാനായി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ടാർഗറ്റായി എന്നതിനപ്പുറത്തേക്ക് എന്നുള്ളൊരു സന്തോഷം. ഈ നാട്ടിലൊരു കൂട്ടായ്മ രൂപപ്പെട്ടു എന്നുള്ളതാണ്. ഇത് എക്കാലത്തേക്കും ഇനി മാതൃകാവുന്ന രീതിയിലേക്ക് നിലനിൽക്കട്ടെ നമ്മൾ പ്രത്യാശിക്കുക കൂടി ചെയ്യുകയാണ്. മാത്രമല്ല ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഇനി കുടുംബത്തിന് ആശങ്കയില്ലാത്ത വിധം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാട്ടിലെ ഒരു കുട്ടി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ വിഷയം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് വലിയ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. എങ്ങനെ ജനങ്ങൾ ഇങ്ങനെ ഇതിനെത്രമേൽ ഏറ്റെടുക്കുന്നു എന്നുള്ളത്. അവസ്ഥ എങ്ങനെയാണ്? ചികിത്സ എങ്ങനെയാണ്? ഇപ്പോൾ പുരോഗതിയിലാണ്. സത്യം പറഞ്ഞാൽ ഇത് ഒരു എല്ലാ കോശങ്ങളിലേക്കും ക്യാൻസർ ബാധിക്കാവുന്ന രീതിയിലേക്കാണ് കുട്ടിയുടെ സാഹചര്യം എന്നുള്ളത്. ഇപ്പോൾ കീമോ തുടങ്ങി 2-3 കീമോ ആയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്നാണ് നിങ്ങൾ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമ്പോൾ MVR മുക്കം ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ആശ്വാസകരാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. മജ്ജ ക്ലീൻ ചെയ്യാവുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം. 8 മാസത്തെ കൃത്യമായ ചികിത്സ അവിടെ അനിവാര്യമാണ്. അപ്പോൾ ആശുപത്രി ചെലവ്, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകളടക്കം നിരവധി ചെലവുകൾ വരുന്നുണ്ട്. ഇനി ആ കാര്യത്തിലേക്ക് ആശങ്കയില്ല എന്നുള്ളതാണ്. നാട്ടുകാരെല്ലാം കൂടി ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയെന്ന് പറയാം അല്ലേ? എങ്ങനെയാ ഈ ഒരു കൂട്ടായ്മയുടെ കാര്യം പറഞ്ഞല്ലോ. സാധാരണഗതിയിൽ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ബിരിയാണി ചാലഞ്ച്, പായസ ചാലഞ്ച്, അങ്ങനെ പലതും നമ്മൾ മലപ്പുറത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ 2 മണിക്കൂർ കൊണ്ട് ഇത്രയും സംഖ്യ നാടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ചെന്ന് ശേഖരിക്കുക എന്നുള്ളതൊരു വേറിട്ട അനുഭവമാണല്ലോ. എങ്ങനെയാണ്? ഇവിടെ പന്തലൂരിൽ ആദ്യമേ ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. പല ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ മുന്നിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾ തീരുമാനിച്ചത് ഈ വില്ലേജിലെ ഒരു കുട്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ വില്ലേജിലുള്ള ആളുകൾക്കെല്ലാം ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ അങ്ങനെ ഈ വില്ലേജിലുള്ള കുടുംബങ്ങൾ സഹായിക്കാനുള്ള രൂപത്തിൽ നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് പ്രചരണം നടത്തിയത്. ആ രൂപത്തിൽ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ തന്നെ എല്ലാ വീടുകളിലും അവർ പൈസ എടുത്ത് റെഡിയായി വെച്ചിരിക്കുകയാണ്. മറ്റൊന്നെന്താ വെച്ചാൽ ഈ വില്ലേജിൽ 15 ക്ലബ്ബുകൾ, നമ്മൾ സാധാരണ ഈ നാട്ടിൻപുറത്തെ ക്ലബ്ബുകൾ അവർ ഈ പന്ത് കളിക്കുക അല്ലെങ്കിൽ മറ്റുള്ളത് അല്ലാതെ ക്രിക്കറ്റ് കളിക്കുക എന്നല്ലാതെ ഈ പൊതുരംഗത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ മാതൃകയാണ് നമ്മുടെ ഈ വില്ലേജിലെ ക്ലബ്ബുകൾ. 15 ക്ലബ്ബുകൾ, അത് ഈ വില്ലേജിൻ്റെ കിടങ്ങേ മുതൽ ചേപ്പൂർ വരെ. അവരുടെ പേരുകളൊന്നും ഞാൻ ഒന്ന് പറയാം. അത് എക്കോ ചേപ്പൂര്, അതുപോലെ തന്നെ ഗോൾഡൻ സ്റ്റാർ ചിറ്റത്തുപാറ, PYC പുളിക്കൽ, അതുപോലെ മില്ലുംപടിയിലുള്ള വിക്ടറി മില്ലുംപടി, പാസ്ക് പന്തലൂര്, KYC കടമ്പോട്, അതുപോലെ CHCC മുടിക്കോട്, MFC മുടിക്കോട്, അതുപോലെ തെക്കുംപാടുള്ള യുവതാര തെക്കുംപാട്, അതുപോലെ കിഴക്കോറമ്പുള്ള ഫ്രണ്ട്സ്, വടക്കുപറമ്പിലുള്ള ഷാവേസ്, അതുപോലെ ഗ്രീൻ ഫോഴ്സ്, കിടങ്ങയത്തുള്ള നവോത്ഥാനം ഗാലക്സി, അതുപോലെ തോട്ടിൻ്റക്കരയുള്ള ഒരു ക്ലബ്ബ് കൂടി വെറൈറ്റി എന്ന ക്ലബ്ബ്. അങ്ങനെ ഇത്രയും ക്ലബ്ബുകൾ അവർ വളരെ എന്താ പറയുക, അവരൊക്കെ വളരെ ഉത്സാഹത്തോടെ രാവിലെ 7 മണിക്ക് തുടങ്ങി 11 മണിയോടുകൂടി അവസാനിച്ചു. അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ സ്ക്വാഡുകളായി തിരിഞ്ഞിട്ട് നാട്ടിലുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളും അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും നന്നായിട്ട് സഹകരിച്ചു. ഇതൊരു മാതൃകയാണ്, ലോകത്തിന് തന്നെ മാതൃകയാണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനം, പ്രത്യേകിച്ച് ക്ലബ്ബുകളുടെ ഒരു രീതി അല്ലെങ്കിൽ അവരുടെ ഒരു സഹായം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ ഫണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മൾ ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. കൺവീനർ നമ്മുടെ നിസാർ കൺവീനറും, അതുപോലെ തന്നെ MM അഹമ്മദ് ഹാജി ചെയർമാനും, MP അബ്ദുൽ അസീസ് മാസ്റ്റർ ട്രഷററായിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേരിൽ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് അവിടെയാണ് ഈ പൈസ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇവർക്ക് കൃത്യമായിട്ട് ആവശ്യമായ പൈസ, ചികിത്സയ്ക്കുള്ള പൈസ കൃത്യമായി കൊടുക്കും. ഈ ഫണ്ട് ഒരിക്കലും ദുർവിനിയോഗം ചെയ്യരുത് എന്നുള്ളത് നമുക്കൊക്കെ നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായി ചികിത്സയ്ക്കുള്ള ഒരു ഫണ്ട് കൃത്യമായി അവർക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ എത്തിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. എന്നാണെങ്കിൽ നാടിൻ്റെ ഒരു കൂട്ടായ്മ അല്ലേ? കുറേ കാലത്തിന് മുൻപ് നമ്മൾ കേരളത്തിൽ പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന ഒരു ഐക്യവും സ്നേഹമൊക്കെ ഇപ്പോൾ പലരും സാമൂഹ്യ മാധ്യമത്തിൽ പലതരത്തിൽ പ്രചാരണം കൊണ്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടിയാണല്ലോ ഈ കൂട്ടായ്മ അല്ലേ? ഞങ്ങൾ പന്തല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം പഴയ കാലം തൊട്ട് എത്രയും വലിയൊരു കൂട്ടായ്മ ഉള്ളതാണ്. ഇവിടെ രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ മറ്റ് മതസ്ഥർ എന്നുള്ളൊരു വ്യത്യാസമൊന്നുമില്ല. ജാതിവാദം എന്നാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തിപ്പോണത്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ബാബുവാണ് ഇതിന് ഒന്നാമതായിട്ട്. അയാളിപ്പോൾ ഹൈന്ദവ സുഹൃത്താണ്.
ഇതിപ്പോൾ അങ്ങനെയെങ്കിലും അതൊന്നും നോക്കിയിട്ടില്ല ഇവിടെ വളരെ അങ്ങേറ്റം വലിയ ഒരു ഇതിൽ സത്യം പ്രത്യേകിച്ച് ഈ യുവാക്കളെ ഇവരെ എത്രമാത്രം അഭിനന്ദിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞാൽ തീരാത്തത്. കാരണം ഈ സംഖ്യേൻ്റെ വലുപ്പമല്ല, ഇവരെ പ്രവർത്തനം, ഇവിടെയുള്ള കുട്ടികൾ, ഞങ്ങൾ ഈ പന്തല്ലൂർ വില്ലേജിലുള്ള ഈ ക്ലബിൻ്റെ കുട്ടികളുണ്ടല്ലോ, അവരെ എത്ര ബഹുമാനിക്കണം, അഭിനന്ദിക്കണം മതിയാവില്ല. അത്രയും വലിയൊരു ഇതാണ് അവർ ചെയ്തത്. ഇനിയിപ്പോൾ ഇവർക്കെല്ലാം ഒരു പ്രാർത്ഥനയുള്ള കുട്ടി എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരിച്ചെത്തുക, അസുഖം പൂർണ്ണമായി മാറുക എന്നുള്ളത്. എന്നാണെങ്കിലും കേരളത്തിനും ലോകത്തിനും ഒക്കെ ഈ പന്തല്ലൂരിനെ മാതൃകയാക്കാം. ഇതാണ് ഇവിടെ നിന്നുള്ള ദ റിയൽ കേരള സ്റ്റോറി. കാരണം ഒരു ജീവനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. അതിനുവേണ്ടി നാട് മുഴുവൻ ഒന്നിച്ച മനോഹരമായ ഒരു കാഴ്ചയാണ് പന്തല്ലൂരിൽ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടത്. പന്തല്ലൂരിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18.